എന്തിനാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്നിനി അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിപക്ഷം സഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന എൻ്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. എന്തിനാണ് സഭ ബഹിഷ്കരിച്ചത്? ബഹിഷ്കരിക്കുന്നത് കൊണ്ട് വാർത്താ തലക്കെട്ടുകളിൽ സഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം എന്ന് പറയാനും പുറത്തുള്ള പ്രതിഷേധങ്ങൾക്ക് ഊർജം പകരാനുമല്ലാതെ എന്തു ഗുണമാണ് അതുകൊണ്ട് കിട്ടുക? അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഞാനിപ്പോഴും പറയുന്നു, LDF സർക്കാരിൻ്റെ കാലത്താണെങ്കിലും UDF സർക്കാരിൻ്റെ കാലത്താണെങ്കിലും സഭകൾ എന്ന് പറയുന്നത്, ജനപ്രതിനിധി സഭകൾ എന്ന് പറയുന്നത് കൃത്യമായി രാഷ്ട്രീയ രേഖപ്പെടുത്താനാണ്. കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നൊരു മന്ത്രി പറയുന്നത് പോലെയല്ല സഭയിൽ മന്ത്രി രേഖാമൂലം നൽകുന്ന മറുപടി. ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ഗ്രില്ല് ചെയ്യാമായിരുന്നല്ലോ ഈ പ്രതിപക്ഷത്തിന്. എത്രയെത്ര ചോദ്യങ്ങൾ ഈ പ്രതിപക്ഷത്തിന് സഭയിൽ ചോദിക്കാമായിരുന്നു. ഏതെങ്കിലും ചോദ്യം ചോദിച്ചോ? ഒരു നോട്ടീസ് പ്രതിപക്ഷം കൊടുത്തോ? നോട്ടീസ് വേണ്ട. ഇനി അഡ്ജേൺമെൻറ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, ശ്രദ്ധ ക്ഷണിക്കാമായിരുന്നല്ലോ. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിഷയത്തിൽ ഈ വിഷയം കൊടുത്താൽ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുമായിരുന്നില്ലേ? സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കാമായിരുന്നല്ലോ. ആ ചോദ്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അതിനുള്ള സപ്ലിമെൻ്ററി ചോദ്യങ്ങളിൽ വിജയമല്യയുടെ കാലത്ത് പൂശിയ സ്വർണ്ണത്തെക്കുറിച്ചും എത്ര സ്വർണം 2019 ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ഉത്തരം ദേവസ്വം മന്ത്രിയിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ. എന്തിനാണ് ഈ അവസരങ്ങൾ പാഴാക്കുന്നത് പ്രതിപക്ഷം? അവിടെ പ്രതിപക്ഷം അതിനെ ഒരു രാഷ്ട്രീയമായി കത്തിക്കുന്നൊരു വിഷയമായി മാറ്റുകയാണ്. കാരണം കഴിഞ്ഞ ഈ നിയമസഭയിൽ കൊണ്ടുവന്ന എല്ലാ അടിയന്തര പ്രമേയങ്ങളും പ്രതിപക്ഷം വിചാരിക്കുന്ന രീതിയിലല്ല ചർച്ച ചെയ്യപ്പെട്ടതും അങ്ങനെയല്ല പുറത്തറിഞ്ഞിരിക്കുന്നതും. കാരണം പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എല്ലാ വിഷയങ്ങളും നൽകി. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സഭ തുടങ്ങുന്ന സമയത്ത് സുജിത്തിനെ മുൻനിർത്തിക്കൊണ്ട് പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനമായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. അതിന് പേരിൽ 2 MLA-മാർ സത്യാഗ്രഹം കിടക്കാൻ പോയി. സനീഷ് കുമാർ ജോസഫും AK അഷ്റഫും. അവരെവിടെയാണ്? അന്ന് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ പേരിൽ സുജിത്തിനെ മർദ്ദിച്ച ആ പോലീസുകാരെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്, അവരെ പിരിച്ചുവിടുന്നതുവരെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു എന്നാണ് സനീഷ് കുമാർ ജോസഫും AK അഷ്റഫും പറഞ്ഞത്. ആ സത്യാഗ്രഹം അവസാനിച്ച വാർത്ത ഞങ്ങളാരും കൊടുത്തില്ല, നമ്മളാരും കൊടുത്തില്ല, ആരും അറിഞ്ഞില്ല. സഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്ന MLA-മാർ ഇന്ന് സഭയ്ക്കുള്ളിലാണ്. സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിട്ടോ? എന്തിനാണ് പ്രതിപക്ഷം വളരെ പെട്ടെന്ന് ആ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഉന്നയിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്? സഭ അതിനുശേഷം എടുത്ത വിഷയം, വിലക്കയറ്റത്തിൻ്റെ വിഷയം എന്തായിരുന്നു സഭയിൽ കണ്ടത്? ആ സഭയിൽ കണ്ട വിഷയങ്ങളിൽ കൃത്യമായി ഉത്തരം നൽകാൻ തയ്യാറായില്ലേ? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രമേയത്തിൽ കൊണ്ടുവന്നില്ലേ? അതും സഭ ചർച്ച ചെയ്തില്ലേ? ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് അന്ന് ഒരു പരിമിതി ഉണ്ടായിരുന്നുവെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി അതിനുശേഷം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ ചർച്ചയിൽ നിന്ന് ഓടി ഒളിക്കുന്നത് എന്തിനാണ്? പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയ്ക്ക് പുറത്തു പറഞ്ഞു, ഈ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ ശില്പപാളികൾ ഏതോ ഒരു കോടീശ്വരൻ്റെ വീട്ടിലാണ്, ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ അറിയാമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്വത്തോടു കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ സഭയ്ക്കുള്ളിൽ ഇത് പറയാൻ പറ്റുമോ? ഇത് സഭയ്ക്കുള്ളിൽ പറയുമ്പോഴല്ലേ അതിന് വാലിഡിറ്റി ഉണ്ടാവുക. സഭയ്ക്ക് പുറത്ത് പറയുമ്പോൾ നിങ്ങളതൊരു ആരോപണമാണ്, സഭയ്ക്കുള്ളിൽ പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയണം, ഇല്ലെങ്കിൽ രേഖയിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പറ്റാത്തത് കൊണ്ടാണോ പ്രതിപക്ഷം സഭയിൽ നിന്ന് തെന്നി മാറി സഭയ്ക്ക് പുറത്തുപോയി ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുന്നത്?